അപ്പോൾ ഇപ്പോൾ നമ്മൾ എടുത്തേക്കുന്നത് നിഫ്റ്റിയാണ്. ഓക്കെ, നിഫ്റ്റിയുടെ ട്രേഡാണ്. ഓക്കെ, ഇപ്പോൾ കറൻ്റ്ലി ട്രേഡ് റണ്ണിങ് ആണ്. ഇപ്പോൾ നമ്മൾ എടുത്തേക്ക് ആ ഒരു എൻട്രി ലെവൽ എന്ന് പറയുന്നത് ആ ഒരു ഡിപ്പ് വന്നപ്പോഴത്തേക്കിന് ആ ഒരു ബേസിൽ നിന്ന് തന്നെ നമ്മളൊരു എൻട്രി കാര്യങ്ങൾ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് നിഫ്റ്റിയാണ്. ഓക്കെ, നിഫ്റ്റി ഫ്യൂച്ചേഴ്സിലാണ് ഞാനിപ്പം ട്രേഡും കാര്യങ്ങളൊക്കെ എടുത്തേക്കുന്നത്. ഓക്കെ, കറൻ്റ്ലി ഇപ്പം നമുക്ക് പ്രോഫിറ്റ് എത്ര നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ നമുക്കിപ്പോൾ ഒരു 11,000 12,000 റുപ്പീസ് പ്രോഫിറ്റ് റണ്ണിങ് ആണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം 25,000 CE ആണ് ഞാൻ ബൈ ചെയ്തേക്കുന്നത്. ഓക്കെ, നിയർലി നമ്മുടെ ആ ഒരു ടാർഗറ്റിലോട്ട് എത്തുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടാർഗറ്റ് ഹിറ്റ് ആകുമ്പോഴത്തേക്കും നമ്മൾ എക്സിറ്റ് അടിക്കും. അവിടുത്തെ ആ ഒരു റിയാക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, ബാങ്ക് നിഫ്റ്റിയും സെയിം, നമുക്ക് രണ്ടിലും സെയിം ഒരു എൻട്രി ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ എടുത്തേക്കുന്നത് നിഫ്റ്റിയാണ്. കുറച്ചുകൂടെ നമുക്ക് എന്താണ് ഒരു സ്റ്റോപ്പ് ലോസും എല്ലാം വളരെ കുറവായിട്ട് വരുന്നത് നിഫ്റ്റിയാണ്. ഓക്കെ, നിയർലി ഇപ്പം 11,000 12,000 റുപ്പീസ് പ്രോഫിറ്റ് റണ്ണിങ് ആണ്. നമ്മുടെ ഈ ഒരു ടാർഗറ്റ് കറക്റ്റായിട്ട് തന്നെ മാർക്കറ്റ് ഹിറ്റായിട്ടുണ്ട്. ഓക്കെ, കറക്റ്റായിട്ട് നമ്മുടെ മാർക്കറ്റ് ഹിറ്റായിട്ടുണ്ട്. ഓക്കെ, നിയർലി നമ്മളൊരു 15,000 റുപ്പീസ് പ്രോഫിറ്റ് റണ്ണിങ് ആണ്. ഓക്കെ, 32 പോയിൻറ്റ്സ് പ്രോഫിറ്റ് റണ്ണിങ് ആണ്. നമ്മുടെ എൻട്രി എന്ന് പറയുന്നത് ആ ഒരു ലെവലിൽ നിന്നാണ്, എക്സിറ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു ലെവലാണ്. ഇപ്പോൾ ആ ഒരു ലെവലിൽ നിന്ന് നല്ലപോലെ ഒരു അപ്സൈഡിലോട്ട് ആ ഒരു ക്യാൻഡിൽ ലിക്വിഡിറ്റി ലെവൽ ബ്രേക്ക് ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും നമ്മുടെ ആ ഒരു ടാർഗറ്റ് വെക്കുന്നത് ഹയർ ലെവലായിരുന്നു. ഓക്കെ, ആ ഒരു ഹയർ ലെവലിൽ നമ്മൾ ടാർഗറ്റ് ഉറപ്പായിട്ടും വെച്ചേനെ. പക്ഷേ ആ ഒരു ലെവലുണ്ടോ, ആ ഒരു റിജക്ഷൻ വന്നപ്പോഴത്തേക്ക് 1 മിനിറ്റിലൊരു റിജക്ഷൻ വന്നപ്പോഴത്തേക്ക് നമ്മൾ ആ ഒരു ലെവലിൽ തന്നെ നമ്മൾ കറക്റ്റായിട്ട് തന്നെ എക്സിറ്റ് അടിച്ചു. ഓക്കെ, അപ്പം ഇത്രയാണ് നമുക്ക് നിഫ്റ്റിയിൽ വന്നേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു എൻട്രി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കണം താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ, ഞാൻ എൻ്റെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് ലിക്വിഡിറ്റി ലൈൻ, അതായത് ലിക്വിഡിറ്റി സ്വീപ്പ് കോൺസെപ്റ്റാണ്. ഓക്കെ, അല്ലെങ്കിൽ ഇൻഡ്യൂസ്മെൻറ്റ് എന്നും പറയാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ലെവൽ സ്വീപ്പ് ചെയ്യുന്നതിന് ശേഷമുള്ള ഒരു എൻട്രി കാര്യങ്ങളാണ് ഞാൻ എൻ്റെ എൻട്രിയിൽ എടുക്കുന്നത്. ഓക്കെ, ടാർഗറ്റും വെക്കുന്നത് അടുത്ത ലിക്വിഡിറ്റി ലെവലാണ്. അപ്പോൾ അതായത് മാർക്കറ്റിൽ എപ്പോഴും ലിക്വിഡിറ്റി അനുസരിച്ചാണ് മാർക്കറ്റിൽ മൊമെൻറ്റും കാര്യങ്ങളും ഒക്കെ. ഓക്കെ, ഞാൻ ഇൻഡിക്കേറ്റേഴ്സ് കാര്യങ്ങളൊന്നും യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു എൻട്രി കാര്യങ്ങളൊക്കെ പഠിക്കണം താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഫോളോ ചെയ്തോളൂ. ഞാനപ്പോൾ ഇന്ന് ഇതിൻ്റെ കംപ്ലീറ്റ് ലൈവ് ട്രേഡ്സും കാര്യങ്ങളും എടുത്തിട്ടുണ്ട്. ഓക്കെ, കണ്ടോ, ബാങ്ക് നിഫ്റ്റിയിൽ ആ ഒരു ലിക്വിഡിറ്റി ലെവൽ നല്ല രീതിക്കാണ് സ്വീപ്പ് ചെയ്തേക്കുന്നത്. ഓക്കെ, ഇതുപോലെ നമ്മുടെ ആ ഒരു നിഫ്റ്റിയിൽ നമ്മുടെ ആ ഒരു എൻട്രി ലെവൽ സ്വീപ്പ് ആവുകയാണെന്നുണ്ടെങ്കിൽ, ആ ഒരു എൻട്രി ലെവൽ സ്വീപ്പ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും എന്താണ് നമ്മുടെ ആ ഒരു ഫൈനൽ ടാർഗറ്റ് വരെ നമ്മൾ ഹോൾഡ് ചെയ്തേനെ. ഓക്കെ, അപ്പം ഓക്കെ, താങ്ക്